ഹായ് എവരിവൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ ഒരു ട്യൂഷൻ സെന്ററിലെ ഫ്ലേവർ പാർട്ടിയിൽ വെച്ച് കുട്ടികൾ തമ്മിൽ അടിപിടി ഉണ്ടാവുന്നു. ഒന്ന് MJ സ്കൂളിലെ കുട്ടികളും 2 താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും. അതിന്റെ എല്ലാം പിന്നോടി എന്നോണം ഫ്ലേവർ പാർട്ടിക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം ട്യൂഷൻ സെന്ററിലെ പരിസരത്ത് വെച്ച് 2 സ്കൂളിലെയും കുട്ടികൾ ഏറ്റുമുട്ടുന്നു. അപ്പോ അവരുടെ തമ്മിൽ മുട്ടനടി നടക്കുമായിരുന്നു. ആ സമയത്താണ് അവർ കുട്ടികൾ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഷഹബാസിനെ. അങ്ങനെ തല്ലിനിടയിലാണ് ഒരുത്തൻ നെഞ്ചക്ക് വെച്ചിട്ട് ഷഹബാസിന്റെ തലക്കടിച്ചത്. അതിനുശേഷം വീട്ടിലെത്തി ഷഹബാസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. അവസാനം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇതാണ് സംഭവം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷഹബാസിനെ നെഞ്ചക്ക് വെച്ച് അടിച്ചവനെയും ബാക്കി കൂടെയുള്ള സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് എക്സാം എഴുതുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് വാർത്തകൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഇവർക്ക് എക്സാം എഴുതാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഇവർ പഠിക്കുന്ന സ്കൂളിലെ മറ്റു പേരൻസും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ മെയിൻ ആയിട്ട് ഈ പേരൻസ് പറയുന്നത് ഈ ക്രിമിനലുകളോടൊപ്പം എക്സാം എഴുതാൻ ഞങ്ങളുടെ മക്കളെ വിടാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ അവര് ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ എക്സാം എഴുതാൻ അനുവദിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ മരണപ്പെട്ട ഷഹബാസിന്റെ വാപ്പയും ഈ പിള്ളേരെ കൊണ്ട് എക്സാം എഴുതാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് നാനാ ഭാഗത്തു നിന്നും ഒരുപാട് എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുക. അഥവാ ഇനി ഇവരെ കൊണ്ട് എക്സാം എഴുതിച്ചു കഴിഞ്ഞാൽ, ഈ വിമർശനങ്ങൾ വന്നിട്ടും എക്സാം എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ വൻ വിവാദമായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ചിലപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ 5 പേരെ കൊണ്ടും എക്സാം എഴുതിക്കാതിരിക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. 90% അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവിടെ മുട്ടൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ എക്സാം എഴുതുന്ന സ്ഥലത്ത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് ഈ കേസുമായിട്ട് എല്ലാവരും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പ്രതികൾ എന്ന് പറയുന്നത് 18 തികയാത്തവരാണല്ലോ. അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ കാര്യത്തിൽ ഇവർക്ക് പ്രായത്തിനൊത്ത ആനുകൂല്യങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. പ്രായത്തിനൊത്ത വരുന്ന ആ ഒരു ഇളവുകളുണ്ടല്ലോ, ശിക്ഷ ഇളവുകളൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രായത്തിന്റെ ആനുകൂല്യം കണക്കിലെടുത്തിട്ട് പ്രതികളെ വെറുതെ വിട്ടു എന്ന്, തന്നെ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് കൊടുത്തു എന്നൊക്കെ. പിന്നെ വേറൊരു കാര്യം, അങ്ങനെയുള്ള ഒരു സാധ്യത ഇവിടെ എനിക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട്. ഈ പ്രതികൾക്കൊക്കെ ഇളവ് കിട്ടുമെന്നാണ് തോന്നുന്നത്. പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്തത് കൊലപാതകമാണ്. അതും വെറും കൊലപാതകമല്ല, ഈ പ്രതികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും അത് കണ്ടേ. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തതാണ്. ഷഹബാസിന്റെ തലയ്ക്ക് നെഞ്ചൊക്കെ വെച്ച് അടിച്ച അവന്റെ വോയിസിന്റെ ക്ലിപ്പൊക്കെ നിങ്ങളെല്ലാം കേട്ടതല്ലേ. അവനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കൊന്നിരിക്കും, അവന്റെ കണ്ണു പോയി നോക്ക് എന്നൊക്കെയായിരുന്നു ഡയലോഗ്. ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ആൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അവര് 5 പേരും ഒരു കുട്ടി ക്രിമിനലുകളാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രായത്തിന്റെ ആനുകൂല്യം ലഭിക്കാൻ പാടില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ 2015 ജുവനൈൽ ആക്ട് പ്രകാരം ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു നിയമത്തിൽ. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ, കാര്യക്ഷമത, അങ്ങനെയുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് പ്രായത്തിൽ കവിഞ്ഞ പക്വത അവർക്കുണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാരായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകാമെന്ന്. അതായത് പ്രായത്തിന്റെ പരിഗണന അവർക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മുതിർന്ന പൗരൻ എന്ന നിലയിലുള്ള ഒരു ശിക്ഷ ഇവർക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഷഹബാസിനെ നെഞ്ചക്ക് വെച്ച് അടിച്ച അവന്റെ പാസ്റ്റ് അത്ര ശരിയല്ലെന്നാണ് കേൾക്കുന്നത്. മുമ്പ് അവനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷഹബാസിന്റെ ഉപ്പ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യനും കൂട്ടുകാരും മുമ്പൊരിക്കൽ ഇതേപോലെ 8ാം ക്ലാസ്സിൽ വെച്ച്, അതും ഇതേ സ്കൂളിൽ വെച്ച് 8ാം ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് കുറച്ച് വഴക്കും അടിപിടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് യാതൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞത്. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. പിള്ളേര്, ഈ ക്രിമിനലായ പിള്ളേര് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് 8ാം ക്ലാസ്സിലുള്ള പിള്ളേരെ തല്ലിച്ചതച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അവര് ആളുകൾ രക്ഷിതാക്കളോട് വന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞതാ. അന്നും ഇവരെ ഇതേ സ്റ്റേജിൽ തന്നെയാണ് മർദ്ദിച്ചത്. അന്ന് അതിനെ ന്യായീകരിച്ചിട്ടാണ് ഇവരെ രക്ഷിതാക്കൾ വന്നത്, ഈ കുട്ടികളെ നേരെ ആക്രോശിച്ചു വന്നത്, ഈ തല്ലി അങ്ങനെ. അതെ, പക്ഷെ കിട്ടിയതാർക്കാണ്? ഈ 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക്. അവരിന്നും ഇവിടെ ഉണ്ട്. അന്ന് ഒരു ആക്ഷൻ എടുക്കാനോ ഓരോ ഭാഗത്തു നിന്നൊന്നും ചെയ്യാനോ ഒരു കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ സാധാരണക്കാരായ ആളുകളാണ് മീഡിയ വന്നോ ന്യൂസ് ചാനലിനൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇവര് സ്വാധീനം ചെലുത്തി ഞാൻ ഒരു കേസൊന്നും ഇല്ലാതെ കോംപ്രമൈസ് ആക്കി പോകുന്നു. ഇന്ന് ആ കുട്ടികളാണ് ഇന്ന് ഇപ്പൊ ഒരു കൊലപാതകയായി മാറുന്നത്. എന്താ അല്ലേ, അന്ന് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഈ കുട്ടികൾക്കെതിരെ വേണ്ട നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കൊല കാണേണ്ടി വരില്ലായിരുന്നു.
എനിക്ക് തോന്നുന്നത് അന്ന് ഈ കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ഒരു വേണ്ട നടപടി എടുക്കാതിരുന്നത് കൊണ്ട് ഇപ്പോ ഭയങ്കര ധൈര്യം വന്നിട്ടുണ്ടാവും. അതായിരിക്കും അവൻ ഇതിനും ഇറങ്ങി പുറപ്പെട്ടത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് ആരെയും പിടിച്ച് തല്ലാം, ആരും ചോദിക്കാൻ വരില്ലെന്നൊക്കെ ആയിരിക്കും അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഒരു ധൈര്യത്തിന്റെ പുറത്തായിരിക്കണം ഇവിടെ ഷഹബാസിനെ നെഞ്ചക്കെടുത്ത് അടിച്ച് തലക്കടിച്ചത് കൊന്നത്. പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്നത് ഈ നെഞ്ചക്കെടുത്ത് തലക്കെട്ട് അടിച്ച അവന്റെ പേരൻസിനാണ്. കാരണം അവരല്ലേ കുറ്റം പറയത്തുള്ളൂ. കാരണം മക്കളെ ഒരു പ്രായം വരെ അടക്കി ഒതുക്കി വളർത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. മക്കളെ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കാനും പറയേണ്ടടുത്ത് പറയാനും പറ്റണം. അല്ലാതെ നൂലഴിച്ച് പട്ടം പോലെ ഇങ്ങനെ പറത്തി വിടുകയല്ല വേണ്ടത്. അങ്ങനെ പറത്തി വിടുകയാണെങ്കിൽ ഈ മക്കളെല്ലാം ക്രിമിനലായി മാറാനാണ് സാധ്യത. ഈ മക്കളെ എന്ന് പറഞ്ഞാൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്ന കൗമാര പ്രായമാണ്. ഏറ്റവും കൂടുതൽ ചോരത്തിളപ്പ് മക്കൾക്ക് ഉണ്ടാകുന്നതും ഈ ഒരു പ്രായത്തിൽ തന്നെയാണ്. എല്ലാത്തിനെയും കുറിച്ച് അവർ കടന്നു ചിന്തിക്കുന്ന പ്രായമായിരിക്കും. ഈ പ്രായത്തിൽ പാരന്റ്സിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ഈ പ്രായത്തിൽ മക്കൾക്ക് ഓവറായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങും, താന്തോന്നികളായിട്ട് മാറാൻ തുടങ്ങും. നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. കാര്യം നല്ല രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത മുണ്ണകളായിട്ടും മാറും. ഈ രണ്ടിനും ഇടയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ പാരന്റിങ് എന്ന് പറയും. അത് ശരിക്കും വല്ലാത്തൊരു ടാസ്ക് തന്നെയാണല്ലേ. എന്തായാലും ഷഹബാസിന്റെ ഉപ്പ കുറച്ച് കാര്യങ്ങളും കൂടെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, അതും കൂടെ കണ്ടു നോക്കാം. വളരെയേറെ മനപ്രയാസമുണ്ട്. അതായത് അങ്ങനെ വെറും 90% എന്നുള്ള ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത്. അവര് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട്, അമ്മ ടീച്ചറാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എന്തും ചെയ്യുക, അവർക്ക് ആളുണ്ട് എന്നുള്ളൊരു പിൻബലം അവർക്കുണ്ട്, ഒരു വിശ്വാസം ഉറച്ച്. അതുകൊണ്ട് എൻ്റെ മകൻ എവിടെ പോയി കഴിഞ്ഞാലും പരീക്ഷ എഴുതാൻ പ്രശ്നമില്ല, അവന് എന്തും ചെയ്യുക എന്നുള്ള, അതായത് സാധാരണക്കാരനായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് സ്വാധീനം ചെലുത്തി കഴിച്ചിലാനും നിയമത്തിന്റെ മുന്നിൽ പൈതുകൾ അടച്ചു വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് സാധാരണക്കാരിലേക്ക് കഴിയുന്നില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ അറിയില്ല, വിദ്യാഭ്യാസപരമായിട്ടില്ല, സാമ്പത്തികപരമായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർ എല്ലാ സ്ഥലത്തും പരാജയപ്പെടുകയാണ്. അത് നമ്മൾ ഉറച്ച വിശ്വാസം ഈ ഗവൺമെന്റിലുണ്ട്, അതുപോലെ നീതിപീഠത്തിലുണ്ട്. അതുകൊണ്ട് ഇത് ഇന്ന് എൻ്റെ കുട്ടിക്ക് വന്ന് നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത് ഇന്ന് ഈ സമൂഹത്തെ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നാളേക്ക് മറ്റേ അടിത്തട്ടിലേക്ക് പോണത്. അപ്പം വാശിയും വൈരാഗ്യം, പിന്നെ വീട്ടിൽ നിന്ന് ബാഗിൽ വെച്ച് കത്തിയും കൊണ്ട് വാളും കൊണ്ട് ചെയ്യൂല എന്നറിയുണ്ട്. ഇന്നലെ ഇപ്പോൾ കണ്ടെടുത്തോ അവൻ്റെ വീട്ടിൽ പോയി അച്ഛൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ്. കണ്ടോ, ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ കൺസേൺ ആണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. കണ്ടില്ലേ, ഇത് പരിഗണിച്ചേ പറ്റൂ. ഈ അച്ഛന് നല്ല പേടിയുണ്ട്. ഈ പുള്ളിക്കാരന്റെ പേടി എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ മകനെ കൊന്ന ഈ പ്രതികളെയൊക്കെ വെറുതെ വിടുവോ എന്ന് ഈ പുള്ളിക്കാരന്റെ പേടി. കാരണം അവരുടെ അച്ഛന്മാർക്ക് രാഷ്ട്രീയപരമായ പിടിപാടുണ്ടെന്നറിയാം. പിന്നെ അവസാനം നമ്മുടെ ഷഹബാസിന്റെ ഉപ്പ ഒരു പോയിന്റ് പറഞ്ഞു. ഈ അച്ഛനും മകനും ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ അടിച്ചവന്റെ അച്ഛൻ ചില്ലറ പുള്ളിയൊന്നും അല്ല മക്കളെ. ഷഹബാസിനെ നെഞ്ചക്ക് വെച്ച് അടിച്ചവൻ അവന്റെ അച്ഛന്റെ നെഞ്ചൊക്കെ എടുത്തുകൊണ്ടാണ് വന്നതെന്ന്. എന്തായാലും നിങ്ങൾക്കൊന്ന് കേട്ടോക്ക്. കാര്യം ഈ പ്രതികളുടെ മാതാപിതാക്കൾക്ക് കൊട്ടേഷൻ സംഘമായും ചില രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ആരോപണം ശരിവെക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേസിലെ 1-ാം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക്ക് കണ്ടെത്തിയിരുന്നു. അതേ പ്രതിയുടെ പിതാവ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായിട്ടുള്ള TK രജീഷിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് എപ്പോൾ എടുത്ത ഫോട്ടോയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ആ ഫോട്ടോ ഇപ്പോൾ എന്തായാലും മത്തൻ കുത്തിയ അവക്കാടോ മുളക്കില്ലല്ലോ, 10 ഗുണം 10 ഗുണം. അച്ഛന് ഗുണ്ടകളുമായി കേസിലെ പ്രതികളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പൊ പിന്നെ മക്കൾ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഈ ഒരു മക്കള് പിള്ളേര് മാത്രമല്ല മുതിർന്നവരും ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതും കൂടെ ഒന്ന് കേട്ടോക്ക്. ഇതിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം പുറത്തു നിന്നുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനം എന്താണ്? അവരുടെ ഇത് ചുറ്റും നിന്ന് വളഞ്ഞു വെച്ചിട്ടാണ് ഈ കുട്ടിയെ. അപ്പൊ പുള്ളിക്കാരൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് പുറത്തു നിന്നുള്ള സഹായം ഈ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പൊ അച്ഛൻ തന്നെ വിട്ട ഗുണ്ടകളായിരിക്കും. ചിലപ്പോ അച്ഛൻ തന്നെ ആയിരിക്കും നെഞ്ചൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ തല്ലാൻ വന്നവനെ കൊന്നിട്ട് വരണം തിരിച്ചെന്ന്. അതാണല്ലോ ഇത്ര ധൈര്യത്തോടെ അവൻ നെഞ്ചൊക്കെ വെച്ച് അടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്ന് ആരൊക്കെ സഹായം എത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ ഉറപ്പായിട്ടും അകത്താവും. പിന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സുഹൃത്തിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്, അതും കൂടെ കേട്ടോക്കാം. നെഞ്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ മുൻപ് എന്തെങ്കിലും ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയോ? കാരണം വലിയൊരു ആയുധം ഉപയോഗിച്ചിട്ടാണല്ലോ ആക്രമിക്കുന്നത്. അതായിരിക്കും അങ്ങനെ എന്തെങ്കിലും അറിയോ? ഓല് ഇങ്ങനെ ഗ്രൂപ്പിൽ 1v ആയിട്ട് ഇട്ടീനും ഓരോ ആയുധങ്ങൾ കയറ്റി. ഞാൻ പറഞ്ഞു ഇതൊന്നും ആയിട്ട് പോണ്ട, തല്ലിനെ പോണ്ട പറഞ്ഞു. ആരോട്? ഈ മോന്റെ സ്കൂളിലെ കുട്ടികളോടാണോ പറഞ്ഞത്? അപ്പൊ അവരെന്തു പറഞ്ഞു? അവര് ഓരോന്നും മിണ്ടിയില്ല, അതിന്റെ ചിലായി. നേരത്തെ പ്ലാൻഡ് ആയിരുന്നു അല്ലേ നഞ്ചക്കൂക്കിയായിട്ട് പോയിട്ട് അടി ഉണ്ടാക്കാന്ന്? ഓക്കെ, അപ്പൊ ആ പയ്യന് പ്രതികരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. എന്തായാലും ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഈ ആയുധം ഇട്ടിട്ടാണ് നെഞ്ചൊക്കെ വെച്ചിട്ട് അടിച്ചു കൊന്നത്.
ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയ സമയത്ത് ഞാനൊക്കെ ആദ്യം കരുതിയത്, ഞാൻ ഓർത്തത് ഒരു കയ്യബദ്ധമാണ്, തല്ലിനിടയിൽ പറ്റിപ്പോയ ഒരു കയ്യബദ്ധം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ പൊതുവിവരങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഷഹബാസിനെ കൊന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെയാണല്ലോ വിവരങ്ങളും പുറത്തു വരുന്നത്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവരെ ഒന്നും വെറുതെ വിട്ടൂടാ. ഒരു കുടുംബത്തിലെ പ്രതീക്ഷകളെയാണ് അവൻ തല്ലിക്കെടുത്തിയത്. പരമാവധി ശിക്ഷ തന്നെ അവനിക്ക് വാങ്ങിച്ചു കൊടുക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.